ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം നേരത്തെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇറാന്റെ പിന്തുണയുള്ള ലബനോണിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നായിരുന്നു പലരും പ്രവചിച്ചിരുന്നത്. ചെറിയ തോതിൽ തിരിച്ചടിച്ചു എങ്കിലും പ്രതീക്ഷിച്ചിരുന്നത് പോലെ വലിയ യുദ്ധമായി വളർന്നില്ല. വലിയ തയ്യാറെടുപ്പുകളോടെ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആണവ കേന്ദ്രങ്ങൾ തകരുകയും അറിയപ്പെടുന്ന നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കൊല്ലപ്പെടുകയും ചെയ്തു. ചാരസംഘടനയായ മൊസാദ് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ ആക്രമണം വലിയ വിജയമായിരുന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. തങ്ങളുടെ അറിവോടുകൂടിയല്ല ഈ ആക്രമണം എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ കരാർ ഒപ്പിടാൻ വൈകിയാൽ ഇതിലും ഭീകരമായ ആക്രമണം ഇറാന് നേരിടേണ്ടി വരും എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിൽ നിന്നും വളരെ അകലെയാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. പരസ്പരം ആക്രമിക്കുന്നതിന് ഈ ദൂരം ഒരു പ്രതിബന്ധമാകുന്നില്ല. ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിൽ നിന്നും ഇറാനെ തടയുക എന്നതാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. ആറ്റം ബോംബ് നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി എന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തങ്ങൾക്കു മാത്രമല്ല മധ്യപൂർവ്വ ദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകും എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിൽ ഇടപെടും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ഇറാന്റെ പരമാധികാരത്തിനെതിരെയുള്ള നടപടി എന്നാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ചൈന വിശേഷിപ്പിച്ചത്. പരമാധികാരം സംരക്ഷിക്കാനുള്ള നടപടി എന്നു പറഞ്ഞ് ഇറാന്റെ പ്രത്യാക്രമണത്തെ ചൈന ന്യായീകരിക്കുകയും ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോ ന്യായീകരണമോ ചൈന നടത്തിയിട്ടില്ല. അമേരിക്ക ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആവശ്യപ്പെട്ടു. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകാനായി പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ വിമാനത്തിൽ നിന്നും തെറിച്ചുപോയ സീറ്റിലിരുന്ന ഒരു യാത്രക്കാരനൊഴികെ വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും മരിച്ചു. ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുകളിലാണ് വിമാനം തകർന്നു വീണത്. ഇതിൻ്റെ ഫലമായി ഡോക്ടർമാർ അടക്കം 24 പേർക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു. നഷ്ടത്തിലായിരുന്ന എയർ ഇന്ത്യയെ ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ടാറ്റയുടെ ശ്രമങ്ങൾക്ക് ഈ ദുരന്തം വലിയ ഒരു തിരിച്ചടിയാണ്. ഏറ്റവും സുരക്ഷിതം എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ബോയിങ് വിമാന കമ്പനിയുടെ ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽ തകർന്നത്. 50 വർഷം വരെ കമ്പനി ആയുസ് നിശ്ചയിച്ചിട്ടുള്ള ഈ വിമാനത്തിൻ്റെ പഴക്കം 11 വർഷമായിരുന്നു. ഒരേ സമയം ഒരു വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും തകരാറിലാവുക എന്നത് വളരെ അപൂർവമാണ് എന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്ന 19 രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ. 12 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ എതിർത്തപ്പോൾ
149 രാജ്യങ്ങളാണ് ഇതിനെ അനുകൂലിച്ചത്. പരസ്പരമുള്ള ചർച്ചയും നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുമാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗമായി ഇന്ത്യ കാണുന്നത്. 2023 ഹമാസ് നടത്തിയ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. എന്നാൽ ബന്ദികളുടെ മോചനം വൈകുന്നതിനെയും ഇന്ത്യ വിമർശിച്ചിട്ടുണ്ട്. ഹമാസും ഇസ്രായേലും തമ്മിൽ ചർച്ചകൾ നടത്തുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. ചർച്ചകൾ കൂടാതെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. താത്കാലികമായ വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാം. കഴിഞ്ഞ പ്രാവശ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എങ്കിലും അധികം താമസിയാതെ അത് ലംഘിക്കുകയും യുദ്ധം തുടരുകയും ചെയ്തു. ഡെൻമാർക്ക് എന്ന രാജ്യത്തിലെ സ്വയംഭരണാവകാശമുള്ള ചെറിയൊരു പ്രദേശമാണ് ഗ്രീൻ ഫീൽഡ്. അപൂർവ ധാതുലവണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദേശം. ഗ്രീൻ ഫീൽഡ് അമേരിക്കയ്ക്ക് നൽകണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത്. വിൽപ്പനയ്ക്ക് തയ്യാറാണെങ്കിൽ വാങ്ങാൻ അമേരിക്ക ഒരുക്കമാണ്. അല്ലാത്ത പക്ഷം ബലം പ്രയോഗിച്ച് അമേരിക്കയോട് കൂട്ടിച്ചേർക്കുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭാഗമായ ഗ്രീൻ ഫീൽഡ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് ഡെൻമാർക്കിൻ്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. യൂറോപ്പും അമേരിക്കയും തമ്മിൽ തുടർന്നു വരുന്ന ബന്ധങ്ങൾക്കു ചേർന്നതല്ല ഈ പ്രഖ്യാപനം എന്നാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ നിലപാട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ദിവസം ഗ്രീൻ ഫീൽഡ് സന്ദർശിച്ചു. ഗ്രീൻ ഫീൽഡിനോടും ഡെൻമാർക്കിനോടും യൂറോപ്പിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സന്ദർശനം. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം തകർക്കുന്ന ഈ നീക്കത്തിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പിന്മാറണം എന്നാണ് യൂറോപ്പ് ആഗ്രഹിക്കുന്നത്. വലിയ വ്യാവസായിക പുരോഗതി നേടിയ 7 ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് G7 എന്ന പേരിൽ അറിയപ്പെടുന്നത്. G8 എന്നറിയപ്പെട്ടിരുന്ന ഈ സംഘടനയിൽ നിന്നും 2014 റഷ്യയെ പുറത്താക്കിയതിനെ തുടർന്നാണ് ഇത് G7 ആയി മാറിയത്. അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിലെ അംഗങ്ങൾ. ലോക സാമ്പത്തിക ക്രമവും സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ സംഘടനയുടെ തീരുമാനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കാനഡയിൽ വെച്ചാണ് ഈ സംഘടനയുടെ ഉച്ചകോടി സമ്മേളനം നടന്നത്. 2014 റഷ്യയെ പുറത്താക്കിയില്ലായിരുന്നു എങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അന്തിമ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് കാനഡയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്നാൽ റഷ്യക്കെതിരെയുള്ള ഉപരോധം ശക്തമാക്കണം എന്നാണ് മറ്റെല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും അഭിപ്രായം. ഇറാനെ സൈനികമായി പരാജയപ്പെടുത്തുന്നതിനോടൊപ്പം സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ ഇറാൻ സൂക്ഷിച്ചിരുന്ന $9 കോടി ഇസ്രായേലിൻ്റെ ഹാക്കർമാർ ബുധനാഴ്ച മോഷ്ടിച്ചു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പ്രിഡേറ്ററി സ്പാരോ എന്ന സംഘം ഈ മോഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇറാൻ ക്രിപ്റ്റോ കറൻസി വ്യാപാരം നടത്തുന്ന നോബിടെക്സ് ഈ മോഷണം സ്ഥിരീകരിക്കുകയും വ്യാപാരം നിർത്തിവെക്കുകയും ചെയ്തു. ഇതോടൊപ്പം ഇറാന്റെ ഉടമസ്ഥതയിലുള്ള സഫ ബാങ്കിന്റെ ഡേറ്റാബേസ് തകർത്തതായും പ്രിഡേറ്ററി സ്പാരോ അവകാശപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിന്റെ അക്കൗണ്ടുകൾ ഈ ബാങ്കിലാണ്. അവരുടെ ഇടപാടുകൾ മരവിപ്പിക്കാനാണ് ഈ നടപടി.
ചൊവ്വാഴ്ച മുതൽ സെഫ ബാങ്കിന്റെ പല ശാഖകളുടെയും പ്രവർത്തനം നിലച്ചു. ഇതോടൊപ്പം ഭരണകൂടത്തിനെതിരെ പോരാടാൻ ആഹ്വാനം നൽകുന്ന അടിക്കുറിപ്പുകൾ ഇറാൻ ടിവികളിലൂടെ കടത്തിവിടുന്നതും പ്രിഡേറ്ററി സ്പാരോ ആണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സിംഗപ്പൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായി. പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ നിർദ്ദേശം മുൻപോട്ട് വച്ചത്. പാലസ്തീൻ അതോറിറ്റിയെ അംഗീകരിക്കാത്ത ഹമാസ് എന്ന ഭീകര സംഘടനയാണ് 2023 ഇസ്രായേലിനെ ആക്രമിച്ചത്. ഗാസയിലുള്ള ഹമാസിന്റെ താവളങ്ങൾക്കെതിരെയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ. എന്നാൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് പാലസ്തീനികളാണ്. ഹമാസിനെ നിരായുധീകരിക്കുകയും ഭരണത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്ത് പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് ചർച്ചകൾ തുടരണം എന്നാണ് മാക്രോണിന്റെ നിർദ്ദേശം. പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നത് ഹമാസിനെ ശക്തിപ്പെടുത്തും എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. ഇസ്രായേൽ മാത്രമല്ല, ബ്രിട്ടനെ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനോട് യോജിക്കുന്നില്ല. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ കാനഡ സന്ദർശനം വലിയ വിജയമായി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനും അവസരം ലഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഒരു രാജ്യത്തിൻ്റെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ തൻ്റെ ഇടപെടൽ മൂലമാണ് യുദ്ധവിരാമം ഉണ്ടായതെന്ന് ട്രംപ് ആവർത്തിച്ചു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആരുടെയും സഹായം തേടിയിട്ടില്ലെന്ന് ട്രംപിനോട് നേരിട്ട് പറയാൻ നരേന്ദ്രമോദി ഈ അവസരം ഉപയോഗപ്പെടുത്തി. മടക്കയാത്രയിൽ അമേരിക്ക സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം മോഡി സ്വീകരിച്ചില്ല. കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ തുടങ്ങിയത്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് നരേന്ദ്രമോദിയെ കാനഡയിലേക്ക് ക്ഷണിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നരേന്ദ്രമോദിയും കാർണിയും തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 17 ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇറാൻ തിരിച്ചടിച്ചതോടെ ഇത് തുറന്ന ഒരു യുദ്ധമായി മാറി. അധികം താമസിയാതെ ഇരു കൂട്ടരും യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടുവെങ്കിലും ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. നിരുപാധികം ഇറാൻ കീഴടങ്ങണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഭീഷണിക്കു വഴങ്ങി കീഴടങ്ങില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനി തിരിച്ചടിച്ചിട്ടുണ്ട്. ഇറാനിൽ പുരോഗമിക്കുന്ന ആറ്റം ബോംബ് നിർമ്മാണം തടയുക എന്നതാണ് ഈ യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇറാൻ അടക്കം ഹൗദികൾ, ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങി 7 ശക്തികൾക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇറാനെ പൂർണ്ണമായും പരാജയപ്പെടുത്താതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളിലും നാശം വിതയ്ക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ചർച്ച പോലും എവിടെയും നടക്കുന്നില്ല. വൻ ശക്തികളായ റഷ്യയും അമേരിക്കയും യുദ്ധത്തെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.